ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നേ മാതോളി നാരങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിട്ടോ. ഈ മാതളി നാരങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലതാട്ടോ. എല്ലാ രോഗികൾക്കും ഗർഭിണികൾക്കും ഗർഭം ഉണ്ടാകാത്തവർക്കും ഒക്കെ നല്ല കേട്ടോ. നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതേറ്റോ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി നോക്കി. ഇതിന് കമ്പിളി നാരങ്ങ എന്നും പറയട്ടോ. ഇതിൻ്റെ പുറം തോല് നല്ല കട്ടിയിലാണ്, ഉള്ളിൽ കഴമ്പ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓറഞ്ചിൻ്റെ ഒക്കെ തോലിൻ്റെ പോലെ കേട്ടോ ഇത് വലിയ നാരങ്ങ കട്ടോ. ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞ നേരത്തെ തന്നെ കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കയ്പ്പുണ്ടാവും. അങ്ങനെ കേസ് ഞങ്ങൾ മാതോളി നാരങ്ങൻ്റെ മരാട്ടോ. ഇതിന്മേൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഒന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇത് അറുക്കാറില്ല, അത് പഴുത്ത് ചാടുമ്പോഴാണ് ഞങ്ങൾ എടുക്കാറ് കേട്ടോ. അപ്പം നല്ല മധുരം ഉണ്ടാവും, നല്ല മുമ്പായിട്ടുണ്ടാവും. അതിപ്പോൾ ഒരു നാരങ്ങ മാത്രം ബാക്കി ഉണ്ടായിരുന്നു. അത് രാവിലെ ഉണ്ട് ചാടി കിടക്കണം. അപ്പോൾ എടുത്തിട്ടേ അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ ചെത്തിട്ടോ. തോലുണ്ടല്ലോ എന്തോ ഒരു കട്ടിയാണ് തോല്. ചെത്താൻ നല്ല ഇതാണ്, സ്പോഞ്ച് പോലെയൊക്കെ. ഈ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് തൊലി പെട്ടാൽ ഭയങ്കര കയ്പ്പാക്കാൻ കേട്ടോ. അതിൻ്റെ അല്ലി മാത്രം എടുത്തിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം. നല്ല അച്ചാർ ഉണ്ടാക്കട്ടോ, നല്ല ടേസ്റ്റാണ് മാതളി നാരങ്ങയിട്ട് അച്ചാറിട്ടാൽ. ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാലും നല്ലതാണ്. എല്ലാറ്റിനും ക്ഷീണത്തിനും രോഗികൾക്കൊക്കെ പറ്റും കേട്ടോ. ഇമ്മ്യൂണിറ്റി കൂടാനും കൗണ്ട് കൂടാനൊക്കെ പറ്റും. അങ്ങനെ കേസ് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയണം. എന്നിട്ട് ഇതിൻ്റെ കഴമ്പ് എടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിക്കണം. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലേ ഇത് നല്ലൊരു ഔഷധം കേട്ടോ. ജ്യൂസ് അടിച്ച നല്ല സാധനമാണിത്. ഇത് ഞങ്ങളിതിൻ്റെ ഒരു കുരു കൊടുന്ന് കുഴിച്ചിട്ടാണ് കേട്ടോ. ഒരു കുരു കുഴിച്ചിട്ട് അങ്ങനെ ഉണ്ടായതാണ്. ഇതിന് പ്രത്യേകിച്ച് വലിയ വളം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് വലുതായി കിട്ടിയാൽ പിന്നെ ഇമ്മ അങ്ങനെ ഉണ്ടാവും, നിറച്ച് പൂക്കളുണ്ടാവും കേട്ടോ. ഇതിമേ കുറേ പൂവൊക്കെ ചാടിപ്പോവും, വെള്ള പൂവകരം. പിന്നെ ബാക്കിയുണ്ടാവും. അങ്ങനെ ഒന്നിച്ച് കുറേ ഒരു ഇതിമ നിറച്ചുണ്ടാവുമ്പോഴേ കനം തൂങ്ങിയിട്ട് അതിൻ്റെ കൊമ്പൊക്കെ പൊട്ടുക. അത്രയും കനാക്കാരത്. ഇതിൻ്റെ തൊലിയാണ് അധികം കനം കേട്ടോ. കയമ്പൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് നല്ലൊരു നാരങ്ങ കേട്ടോ. ഈ നാരങ്ങ കൊണ്ട് ഇങ്ങനത്തെ നാരങ്ങ കൊണ്ട് നിങ്ങൾ ജ്യൂസ് അടിച്ച് നോക്കൊണ്ടു. വെറും പഞ്ചസാര ഇട്ട് അടിച്ചാൽ മതി, കുറച്ച് ഐസ് വാട്ടറും, വേറെ ഒന്നും ഇടണ്ട. അപ്പം തന്നെ കുടിക്കണം കേട്ടോ. അപ്പം കുടിക്കണം, അപ്പോഴേ അതിൻ്റെ നല്ല കറക്റ്റ് ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നേരം വെച്ചാലേ കയ്പ്പ് വരും. ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തോലിൻ്റെ മാതിരി ഇതൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ അടർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.
അങ്ങനെ കൂട്ടുകാരെ നമ്മൾ മാതോളി നാരങ്ങൻ്റെ അല്ലിയൊക്കെ എടുത്തുങ്ങാണ്ടേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഈ ലേശം പഞ്ചസാര ഇട്ട് അടിച്ചെടുത്താൽ മതി. നല്ല അടിപൊളി മാതോളി നാരങ്ങ ജ്യൂസ് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വേറെ ഒന്നും ചേർക്കണ്ട. നിങ്ങളിത് അടിച്ച് കഴിഞ്ഞ് കുറേ നേരം ഫ്രിഡ്ജിലൊന്നും വെക്കാൻ നിൽക്കിയത്, അപ്പം തന്നെ കഴിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നാരങ്ങ കഴിച്ചോളൂ. മറ്റേ നാരങ്ങൻ്റെ ഒന്നും പോലല്ല. ഇനി കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചിട്ടേ പാകത്തിന് നിങ്ങൾ ആവശ്യത്തിന് മധുരട്ടോ. അധികം വേണ്ടോലും അധികം ഇട്ടോളി, കുറച്ച് വേണ്ടോലും കുറച്ചിട്ടോളി. നന്നായി അടിച്ചെടുക്കട്ടോ. ഇങ്ങോട്ട് ഇങ്ങനെ അരിപ്പിയിൽ അരിച്ചെടുത്തിട്ടേ കുടിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായ ജ്യൂസാണ്. മാതോളി നാരങ്ങ തൊഴിച്ചിട്ടുണ്ടെങ്കിലേ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാവില്ല. നോക്കി ഇതൊരു അടിപൊളി സാധനം കേട്ടോ. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങളുണ്ട്. ഇതൊരു മധുര നാരങ്ങ തന്നെയാണ്. അങ്ങനെ ജ്യൂസൊക്കെ ഒരു അരിപ്പിയിൽ അരിച്ചിട്ടേ നമുക്ക് ഒഴിച്ച് കൊടുക്കും. അതിലേക്ക് ഒഴിച്ചു ഒക്കെ നല്ലോണം അടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലേ നല്ല പത വന്നിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ചിട്ടില്ല കേട്ടോ. അരിച്ചാൽ മറന്നു പോയതാണ്. നിങ്ങൾ അരിച്ചോളുണ്ട്. ഞാൻ അടിച്ചേക്ക് തന്നെ ഒഴിച്ച് പിന്നെ അരിച്ചിട്ടേ കുടിച്ചത് തന്നെ. കരടുകളുണ്ടാവും, അരിച്ചോളുണ്ട് കേട്ടോ. അങ്ങനെ ഗേയ്സ് നമ്മളെ ഏറ്റവും ഹെൽത്തിയും ടേസ്റ്റിയുമായ മാതോളി നാരങ്ങ ജ്യൂസ് റെഡിയായി. ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായാലേ ആ ബെല്ലൈക്കണൊന്ന് അടിച്ച് പിടിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണേ. എല്ലാവർക്കും ഷെയർ ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അങ്ങനെ കൂട്ടുകാരെ നമ്മളെ ഏറ്റവും പെർഫെക്റ്റായ മാതോളി നാരങ്ങ ജ്യൂസ് റെഡി ആയിട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. എല്ലാ കൂട്ടുകാരും കുടിച്ച് ഹെൽത്തി ആകൂ. താങ്ക് യു ഫോർ വാച്ച്.